ലോകത്ത് പലവിധ രാഷ്ട്രീയ വ്യവസ്ഥയുള്ള രാജ്യങ്ങൾ, അതൊരുപക്ഷെ ലിബറൽ ഡെമോക്രസീസ് ആവാം, അല്ലെങ്കിൽ മതാധിപത്യമാകാം, ചിലപ്പോൾ പട്ടാളത്തിന് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഭരണാധിപത്യമുള്ള രാജ്യമാകാം. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഐക്യപ്പെടുത്തി ഒരു ടെൻഡൻസി വരുവാണ്. അപ്പോൾ ഈ ടെൻഡൻസി അത്ര ആശാവഹമായ അതൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരം ലോകത്ത് വരുവാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5000-10,000 കൊല്ലം ചരിത്രം നോക്കുകയാണെങ്കിൽ, കുടിയേറ്റം എന്ന് പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല. മനുഷ്യർ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് പല ഭാഗത്ത് കുടിയേറുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കുടിയേറ്റത്തിന് പുഷ് ആൻഡ് പുൾ റീസൺസ് ഉണ്ട്. ചിലപ്പോൾ വല്ല യുദ്ധങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ അങ്ങനെയുള്ള കാരണങ്ങൾ മനുഷ്യരെ പുഷ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ സാമ്പത്തികപരമായ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ ഒക്കെ വരുമ്പോൾ മനുഷ്യൻ ബാക്കിയുള്ള മേഖലകളിലേക്ക് കുടിയേറും. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ യൂറോപ്യന്മാർ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അതുപോലെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലൊക്കെ കുടിയേറി. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് കുടിയേറ്റം ലോകത്തിൻ്റെ ജനസംഖ്യയും അവിടുത്തെ സംസ്കാരത്തെയും മതത്തെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ കേസിൽ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. മനുഷ്യർ ലോകത്തിൻ്റെ ചില ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സുണ്ട്. ഇപ്പോൾ അതിന് പല ഗുണങ്ങളുമുണ്ട്. പലപ്പോഴും ഈ വരുന്നവരുടെ സ്കിൽസ്, അവരുടെ സംസ്കാരമൊക്കെ ഈ രാജ്യത്ത് ഈ കുടിയേറപ്പെടുന്ന ഏരിയകളെ കുറേ കൂടെ സമ്പന്നമാക്കും. അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ കുടിയേറി തന്നെ ഉണ്ടായതാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ബെസ്റ്റ് ഉദാഹരണം ഇപ്പോൾ അമേരിക്ക ആവട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആവട്ടെ, ന്യൂസിലൻഡ് ആവട്ടെ. അപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നൊരു പ്രക്രിയ അത് പുതുതായിട്ട് വന്നൊന്നുമല്ല. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 30-40 കൊല്ലം അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഒരു കഴിഞ്ഞ 20 കൊല്ലം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി നോക്കുക. ഇപ്പോൾ ഒരു 100-200 കൊല്ലം മുമ്പ് ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല. അന്ന് സാമ്രാജ്യങ്ങളുടെ കാലമാണ്. അപ്പോൾ സാമ്രാജ്യങ്ങളുടെ കാലം എന്ന് വെച്ചാൽ ഒരു സാമ്രാജ്യത്തിന് അതിൻ്റെ പ്രദേശങ്ങളിൽ അമിതമായ അധികാരമാണ്. അപ്പോൾ ആ പ്രദേശങ്ങൾക്ക് അധിക ശക്തിയില്ല. അങ്ങനെയുള്ള കാലങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം, അല്ലെങ്കിൽ ഇപ്പോൾ സ്പാനിഷ് സാമ്രാജ്യം, ഓട്ടോമൻ സാമ്രാജ്യം. പക്ഷെ ഇപ്പോൾ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിപ്പോൾ രാജ്യങ്ങളാണ്. അപ്പോൾ പിൽക്കാലത്ത് ഈ കോളനികൾ തകർന്നപ്പോൾ അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ വന്നപ്പോൾ ഇപ്പോൾ ലോകത്ത് ഏകദേശം ഒരു 190ഓളം രാജ്യങ്ങളുണ്ട്. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അത് ആക്സിലറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 30-40 കൊല്ലം സ്പെസിഫിക്കലി ലോകത്ത് പല കോൺഫ്ലിക്റ്റുകളും ഉണ്ട്. ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്നും ആൾക്കാർ പോയിട്ട് വേറെ സ്ഥലത്തേക്ക് കുടിയേറുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റം ബേസിക്കലി നല്ലതാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു കണക്കൊക്കെ വേണം. അപ്പോൾ അമിതമായ കുടിയേറ്റം ഒരു പക്ഷേ വന്നാൽ ചില ഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഈ എക്സിസ്റ്റിംഗ് റിസോഴ്സ്, ചിലപ്പോൾ അത് ഭൂമിയാവാം, ചിലപ്പോൾ അവിടുത്തെ വെള്ളമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ തൊഴിൽ സാധ്യതകളാകാം, അതിൽ ഓവർ സ്ട്രെയിൻ വരും. അല്ലെങ്കിൽ മതപരവും കൾച്ചറലുമായ കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് വരും. ചിലപ്പോൾ അത് ജോയിൻ ചെയ്ത് പോകേണ്ട ഇഷ്യൂസ് വരും. അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ണോടിക്കുവാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് പല ഭാഗത്തും കുടിയേറ്റത്തിനെതിരെ ഭയങ്കര ജനവികാരം ഉണ്ടാകുന്നുണ്ട്. ആ ജനവികാരം അവിടെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും പല ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ലോകത്തിലൊന്ന് കണ്ണോടിക്കാം. പ്രധാനം അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പദ് വ്യവസ്ഥയും ഏറ്റവും ഇന്നോവേറ്റീവായ കൺട്രിയും ഒക്കെ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്നാണ്, കുടിയേറ്റക്കാരുടെ നാട് എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ എല്ലാവരും, ഇപ്പോൾ ആദിമ നിവാസികൾ ഒഴിച്ച എല്ലാവരും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. അപ്പോൾ അമേരിക്കയുടെ തെക്കുള്ള രാജ്യമാണ് മെക്സിക്കോ. അപ്പോൾ മെക്സിക്കോ അവിടെയുള്ള വംശജരാണ് ഹിസ്പാനിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പാനിഷ് ആൻസിസ്ട്രി ഉള്ള, അല്ലെങ്കിൽ അമേരിക്കൻ വംശജരിൽ നിന്നും സ്പാനിഷ് വംശജരിൽ നിന്നും മിക്സായ ആൾക്കാരാണ് ഹിസ്പാനിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അമേരിക്കയിലും ഉണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് അമേരിക്ക മെക്സിക്കോയുടെ പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ രാജ്യമാണ്. അതെന്തെങ്കിലും ആവട്ടെ, ഈ മെക്സിക്കോയിൽ നിന്ന് ധാരാളം ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറാറുണ്ട്. കാരണം മെക്സിക്കോ അമേരിക്ക കമ്പയർ ചെയ്തൊരു ദരിദ്ര രാജ്യമാണ്. അപ്പോൾ അമേരിക്കയിൽ ധാരാളം തൊഴിൽ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷി ആയിക്കോട്ടെ, ചെറുകിട കടകളായിക്കോട്ടെ, അതുപോലെ ഇപ്പോൾ വീട്ടു ജോലിക്കായിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ അമേരിക്കയിൽ ഈ പ്രശ്നം ഇല്ലീഗൽസ് എന്ന് പറയുവർ. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആവുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ പ്രത്യേകിച്ച് ട്രംപ് കയറിയപ്പോൾ ഈ മെക്സിക്കൻ അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ വികാരം സ്ട്രോങ് ആണ്. അങ്ങനെ അടുത്തിടെ നോക്കുവാണെങ്കിൽ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ICE ശക്തമായ റെയ്ഡുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അമേരിക്കയിലെ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരം, പ്രത്യേകിച്ച് അമേരിക്കയിലെ വെള്ളക്കാർക്കൊരു പേടിയുണ്ട്. തങ്ങൾ കാലക്രമേണ അമേരിക്കയിൽ ഒരു ന്യൂനപക്ഷമാകുമോ എന്നൊരു പേടി അവർക്കുണ്ട്. കാരണം അമേരിക്കയുടെ സമൂഹം നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ മെയിൻലി വൈറ്റ്സ് ഉണ്ട്. വൈറ്റ്സിനെ വേറൊരു ടേം പറയും, വാസ്പ്,
വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റൻറ്റ്. ഇപ്പോൾ വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ അമേരിക്കയിൽ നിന്നും അതുപോലെ അമേരിക്കയല്ല ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ കുടിയേറിയ ആൾക്കാരാണ് വൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അയർലൻഡുകാർ അങ്ങനെ പലരും. പിന്നെ ഒന്ന് ബ്ലാക്സ് ആണ്. അത് അടിമകളെ പിടിച്ചിരുന്ന കാലത്ത് അവരെ അടിമകളെ കൊണ്ടുവന്നിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ബ്ലാക്സ്. പിന്നെ സ്പാനിഷും അമേരിക്കൻ വംശരും മിക്സായ ഹിസ്പാനിക്കുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഏഷ്യൻസ് അടക്കമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻസും ബംഗ്ലാദേശീസും അടക്കം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റ പാറ്റേൺ അമേരിക്കയിലെ പൊളിറ്റിക്സിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത് കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൗണ്ടർ മൊബിലൈസേഷൻ ഉണ്ട്. അങ്ങനെയാണ് ട്രംപ് അടക്കമുള്ള ഒരു വലതുപക്ഷ ഇതുള്ള ആൾക്കാരുടെ കയറ്റം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ ഒരു എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക കുടിയേറ്റത്തിന് മേൽ കൂടുതൽ ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ കുടിയേറ്റക്കാർ അവരൊരുപക്ഷെ ഈ പറയുന്ന ഹിസ്പാനിക്കുകളായിരിക്കാം, മെക്സിക്കോ എന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്കാരായിരിക്കാം, ചിലപ്പോൾ H1B വിസ വഴി വർക്ക് ചെയ്യാൻ വരുന്ന ഇന്ത്യക്കാരായിരിക്കാം. ഇവരോടൊക്കെ എതിരെയുള്ളൊരു റേഷിസം അമേരിക്കയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇനി അമേരിക്കയിൽ മാത്രമാണ് കുടിയേറ്റ വിരുദ്ധ വികാരം അല്ല. നമ്മളിനി യൂറോപ്പ് നോക്കുവാണെങ്കിൽ യൂറോപ്പിൽ കുടിയേറ്റം വരുന്ന പല രീതിയിലാണ്. ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്പാണ്. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും സമ്പന്നം. സ്പെയിൻ അങ്ങനെയുള്ള ഭാഗം. അപ്പോൾ ഇവിടെ കുടിയേറ്റം വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചരിത്രപരമായിട്ട് ഇതിലെ പല രാജ്യങ്ങൾക്കും ഇവർക്ക് കോളനികളുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രഞ്ചുകാർക്ക് അൾജീരിയയിലും മൊറോക്കോയിലും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ജനങ്ങൾ വരാറുണ്ട്. അതൊരു വലിയ ഇമിഗ്രേഷനാണ്. പിന്നൊന്ന്, യൂറോപ്പിൽ തന്നെ കിഴക്കൻ യൂറോപ്പ് വളരെ ദരിദ്ര രാജ്യമാണ്. ഇപ്പോൾ അൽബേനിയ, ബോസ്നിയ, ഉക്രൈൻ, ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ഈ ബ്രിട്ടൻ, ഫ്രാൻസ് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാണ്ട് കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് ഈ മേഖലയിൽ പല യുദ്ധങ്ങളുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധം, ആഫ്രിക്കയിൽ ലിബിയയിലുള്ള പ്രശ്നം. അപ്പം അങ്ങനെ പല ഈ വടക്കൻ ആഫ്രിക്ക ഇവിടെ നിന്ന്, അതുപോലെ തന്നെ ഈവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരെ അഭയാർത്ഥികൾ വരുന്നുണ്ട്. ഇങ്ങനെ 2-3 റൂട്ടിൽ യൂറോപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലും ഒരു പരിധി വരെ ഇപ്പോൾ 2015 യൂറോപ്പിൽ ലിബറൽ പാർട്ടീസ് ആയിരുന്നു. അവർ വളരെ വെൽക്കമിങ് മൈൻഡായിട്ട് സ്വീകരിച്ചു, കുടിയേറ്റക്കാരെ വളരെ ഓപ്പണായിട്ട് സ്വീകരിച്ചു. അന്നത്തെ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലൊക്കെ സപ്പോർട്ടായിരുന്നു. പക്ഷേ പിന്നീട് നോക്കുവാണെങ്കിൽ കുടിയേറ്റക്കാരുമായിട്ട് വന്നപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, കൾച്ചറലും റിലീജിയസുമായിട്ട് ഇഷ്യൂസ് ഉണ്ടായി. കാരണം വരുന്ന കുടിയേറ്റക്കാരിൽ ഇപ്പോൾ കുറേ പേര് നിരപരാധികളാണെങ്കിലും അതിലും തീവ്രവാദ മൈൻഡുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മതപരമായ പല കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം യൂറോപ്പ് ഒരു പോസ്റ്റ് റിലീജിയസ് സൊസൈറ്റിയാണ്. അവിടെ റിലീജിയൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ കുടിയേറ്റക്കാർ അവരുടെ ശക്തമായ മതപരമായ നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനും അത് ചില ഘട്ടങ്ങളിൽ യൂറോപ്യന്മാരിൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും കുടിയേറ്റക്കാർ ക്രൈംസ് ഒക്കെ കൂട്ടുന്നുണ്ട്. ഉദാഹരണം, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സ്വീഡൻ ലിബറൽ ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പീക്കായിരുന്നു. അവർ റെഫ്യൂജീസിനെ ഒരു നല്ല മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്ത്, പക്ഷേ അവിടെ ഇപ്പോൾ വലിയ പ്രശ്നമായിട്ടുണ്ട്. കാരണം യൂറോപ്പിലെമ്പാടും ഇപ്പോൾ ഒരു പ്രശ്നമാണ് നോ-ഗോ സോൺസ്. അതായത് അവിടെയുള്ള പോലീസിനോ അവിടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കാരണം അവിടെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ അൾജീരിയക്കാരും മൊറോക്കോക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഗെറ്റോസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന ക്രൈംസ് പലതുമുണ്ട്. ഇപ്പോൾ അടുത്തിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കിയ ഗ്രൂമിംഗ് ഗാങ് കേസ്, അതിൽ കൂടുതലും പാകിസ്ഥാനികളായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിയേറ്റക്കാർ പല സ്ഥലത്തും, ഇപ്പോൾ കുടിയേറ്റക്കാരുടെ നാടുകളിലെ നോംസ്, പക്ഷേ ജെൻഡർ നോംസും റിലീജിയസ് നോംസൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ പല ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റക്കാരെ ഈ യൂറോപ്പിൻ്റെ ഒരു കൾച്ചറുമായിട്ട് മിക്സ് ചെയ്യിക്കുന്ന ഒരു ഇൻ്റഗ്രേഷൻ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് യൂറോപ്പിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ അടുത്തിടെ കുടിയേറ്റ വിരുദ്ധ വികാരം കൂടി വരുന്നുണ്ട്. സിമിലർലി സ്കാൻഡിനേവിയയിൽ പ്രത്യേകിച്ച് സ്വീഡനിലൊക്കെ ഇത് വരുന്നുണ്ട്. അതുപോലെ ഫ്രാൻസിൽ ഇതൊക്കെ വളരെ ഒരു ബേണിംഗ് ഇഷ്യൂ ആണ്. അത് പോരാണ്ട് ഇപ്പോൾ അടുത്തിടെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ സ്പെയിനിലൊക്കെ കലാപം നടക്കുന്നുണ്ട്. കാരണം വടക്കേ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറുന്ന കുടിയേറ്റക്കാർ സ്പെയിനിൽ പല ഭാഗത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യൂറോപ്പിലെമ്പാടും ഉള്ള വേറൊരു പ്രശ്നമാണ് ഈ ലാക്ക് ഓഫ് അഫോർഡബിൾ ഹോംസ്. അപ്പോൾ ആൾക്കാർക്ക് ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. കുടിയേറ്റക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക് അത് കൂടുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ കുടിയേറ്റക്കാരിൽ ഈ ലീഗലായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അവരെ നമുക്ക് ഇമിഗ്രൻസ് എന്ന് പറയാം, ലീഗലായിട്ട് കുടിയേറുന്നവരുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ അഭയാർത്ഥികളായിട്ട് റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ 2 കേസിലും അവിടെ ഇപ്പോൾ സോഷ്യൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. കാരണം ഇവരെ പലരെയും സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ ഒരു വെൽഫെയർ സിസ്റ്റമാണ്. ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ അത് ഭയങ്കര ഒരു സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ സ്കാൻഡിനേവിയയിലും ഫ്രാൻസിലും അങ്ങനെ പല രാജ്യങ്ങളും, ഇപ്പോൾ ജർമ്മനിയിലടക്കം ഭയങ്കര കുടിയേറ്റ വിരുദ്ധ വികാരം ആവുന്നുണ്ട്. പല ഭാഗത്തും വലതുപക്ഷ രാഷ്ട്രീയം ശക്തമായിട്ട് കയറി തുടങ്ങി. ഇപ്പോൾ ജർമ്മനിയിലെ AfD, ആൾട്ടർനേറ്റീവ് ഫോർ ഡ്യൂച്ച്ലാൻഡ്, ഫ്രാൻസിൽ ഭയങ്കര ശക്തമായ വലതുപക്ഷം വരുന്നുണ്ട് മരിയ ലേപ്പൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ സ്പെയിനിലെ വോക്സ് പാർട്ടി, പോർച്ചുഗലിലെ ചേഗ പാർട്ടി, ബ്രിട്ടനിലെ റിഫോം പാർട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമായി ഇവിടുത്തെ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം യൂറോപ്യൻ യൂണിയനോട് ശക്തമായ എതിർപ്പ് തോന്നുന്നുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളും കുടിയേറ്റത്തെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇനി കുടിയേറ്റത്തിൻ്റെ പ്രശ്നം അമേരിക്കക്കാരും വെള്ളക്കാർക്കും മാത്രമേ ഉള്ളൂ? അല്ല, നമ്മൾ ഒരിക്കലും അതൊരു വംശീയ പ്രശ്നം മാത്രമായിട്ട് കാണണ്ട. കാരണം ആർക്കും ഏത് രാജ്യങ്ങൾക്കും ഒരു പരിധി കൂടുതൽ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ടർക്കി. അപ്പോൾ ടർക്കി കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് അത്യാവശ്യം നല്ല മൈൻഡിൽ സിറിയയിൽ നിന്ന് കുറേ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം റെസ്പെക്റ്റ് ചെയ്യണം. ടർക്കി 40 ലക്ഷത്തോളം അഭയാർത്ഥികളെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നോക്കി. പക്ഷേ അവിടെയും അതിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ സാംസ്കാരികപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലയിടത്തും ടർക്സും അറബികളും തമ്മിൽ വംശീയപരമായ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ തുർക്കിയിൽ പല ഭാഗത്തും പല ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ തുർക്കിയിലൊക്കെ ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ വികാരം വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അറബ് കുടിയേറ്റത്തെ സപ്പോർട്ട് ചെയ്ത പാർട്ടികൾ തന്നെ ഇപ്പം നയം മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ തുർക്കിയൊക്കെ ഇപ്പോഴും പല കുടിയേറ്റക്കാരെയും തിരിച്ചയക്കുന്നുണ്ട്. തുർക്കിയിലേക്കും പോകണ്ട, നമ്മുടെ സൗത്ത് ഏഷ്യ വരുവാണെങ്കിൽ ഇറാൻ, ഒരു ഷിയ മുസ്ലിം രാജ്യമായ ഇറാൻ പണ്ട് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിച്ചിരുന്നു. സിമിലർലി പാകിസ്ഥാനിലും ധാരാളം അഭയാർത്ഥികളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് അഫ്ഗാനിസ്ഥാൻകാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ അടുത്തിടെ ആയിരക്കണക്കിന് അഫ്ഗാനിസ്ഥാൻകാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാൻകാർ വന്നപ്പോൾ അവിടെ സാമ്പത്തികപരമായ പ്രശ്നവും ഒക്കെ അതിൻ്റെ ഒപ്പം ഉണ്ട്. അതുപോലെ അവിടുത്തെ വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില ക്രൈംസ്, ഇപ്പോൾ ഡ്രഗ് ട്രാഫിക്കിംഗ് അടക്കമുള്ള ക്രൈംസ് കൂടുന്നുണ്ട്. സാംസ്കാരികപരമായ പ്രശ്നമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് ഇവരെ വിശ്വാസക്കുറവുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇതിൻ്റെ ഇത് കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇന്ത്യ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇതൊരു കോൺസ്പിറസി തിയറി അല്ല. ബംഗ്ലാദേശിലെ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാം. ഒരു 3 മിനിറ്റുള്ള വീഡിയോ, എങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാമെന്ന് പറഞ്ഞ് DIY പ്രൊജക്റ്റ് പോലെ, ഡു ഇറ്റ് യുവർ സെൽഫ് പ്രൊജക്റ്റ് പോലെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇന്ത്യയിൽ പല ഭാഗത്തും ഒരു റിയാലിറ്റിയാണ്. അതിപ്പോൾ ത്രിപുരയാവട്ടെ, ആസാം ആവട്ടെ, മേഘാലയ ആവട്ടെ. അപ്പോൾ ഇപ്പോൾ അവിടെയെല്ലാം ഈ ആസാമിൽ ആസാം ഗണ പരിഷത്ത്, അങ്ങനെ ത്രിപുരയിൽ പല ഭാഗത്തും ഭയങ്കര കുടിയേറ്റ വിരുദ്ധ പാർട്ടികളും അങ്ങനത്തെ വികാരമുണ്ട്. അതുപോലെ മണിപ്പൂർ, മിസോറാം മേഖലയിൽ ഇതുണ്ട്. ഇന്ത്യയിലും ഇപ്പോൾ ഒരു അങ്ങനത്തെ ഇവരെ കണ്ടെത്തുന്നൊരു ട്രെൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ലോകത്തിന് മൊത്തം ഡിഫൈൻ ചെയ്യുവാണ്. അപ്പോൾ ലോകത്ത് പല ഭാഗത്തും അത് എക്കണോമിക്കൽ, അതുപോലെ കൾച്ചറൽ, പൊളിറ്റിക്കൽ ഷിഫ്റ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ലിബറൽ ഡെമോക്രസി എന്നോ പട്ടാള ഭരണമെന്നോ ജനാധിപത്യമെന്നോ അല്ലെങ്കിൽ തിയോക്രസി എന്നോ ഒന്നുമില്ല. അപ്പോൾ ഇത് ലോകത്തെ ബാധിക്കുന്ന ട്രെൻഡാണ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക.